ആർഒസിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫ്ലൂയിഡ്സ്, മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററിന്റെ ബോർഡ് എക്സാം റിവിഷൻ ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത്. ഈ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ബോർഡ് എക്സാമിന് ആവശ്യമുള്ള എല്ലാ പോയിന്റ്സും, ഇൻസ്റ്റേറ്റിൽ ആവശ്യമുള്ള എല്ലാ പോയിന്റ്സും കവർ ചെയ്യാൻ പറ്റുമോ നോക്കാം. മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിന്റെ പ്രത്യേകത, ഈ ചാപ്റ്ററാണ് ബോർഡ് എക്സാം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള, കേരള ബോർഡ് എക്സാം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്. അപ്പൊ ഇത് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക്, 8-9 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ തന്നെ വരാറുണ്ട്. അപ്പൊ ഈ ചാപ്റ്ററിലെ ടോപ്പിക്സ് നമുക്ക് നോക്കാം. ഇതില് ഫസ്റ്റ് ടോപ്പിക് പ്രഷറിനെ കുറിച്ചാണ്. പ്രഷർ കഴിഞ്ഞിട്ട് പാസ്കൽസ് ലോ എന്താണെന്ന്, പിന്നെ വേരിയേഷൻ ഓഫ് പ്രഷർ, പിന്നെ പ്രഷർ എങ്ങനെയാണ് മെഷർ ചെയ്യുക, അതിന്റെ കൂടെ ഹൈഡ്രോളിക് മെഷീൻസ്, അതായത് പാസ്കൽസ് ലോന്റെ ആപ്ലിക്കേഷൻ. അപ്പൊ ഈ 5 ടോപ്പിക് പ്രഷർ ആൻഡ് പാസ്കൽസ് ലോ ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പ്രഷർ ആൻഡ് പാസ്കൽസ് ലോ. ഇനി സ്ട്രീംലൈൻ ആൻഡ് ടർബുലന്റ് ഫ്ലോ എന്താണെന്ന്, പിന്നെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ബെർണോളിസ് പ്രിൻസിപ്പിൾ, അപ്ലിക്കേഷൻസ് ഓഫ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഇത്രയും ടോപ്പിക്സ് നമുക്ക് ബെർണോളിസ് പ്രിൻസിപ്പിൾ ആൻഡ് അപ്ലിക്കേഷൻസ് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യും. പിന്നെ വിസ്കോസിറ്റി യൂസ് ചെയ്തിട്ട് സ്റ്റോക്സ് ലോ ആൻഡ് ടെർമിനൽ വെലോസിറ്റി, പിന്നെ റെനോൾഡ്സ് നമ്പർ. ഈ ഇത്രയും ടോപ്പിക് വിസ്കോസിറ്റി എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യും. പിന്നീട് ലാസ്റ്റ് ടോപ്പിക് ആണ് സർഫസ് ടെൻഷൻ ആൻഡ് സർഫസ് എനർജി. അതിന്റെ ആംഗിൾ ഓഫ് കോൺടാക്ട് എന്താണ്, എക്സസ് പ്രഷറിന്റെ ഡെറിവേഷൻ, കാപ്പിലാരിറ്റിന്റെ ഡെറിവേഷൻ, ഡിറ്റർജൻസിന്റെ കൺസെപ്റ്റ്. ഇത്രയും പോർഷൻ നമുക്ക് സർഫസ് ടെൻഷൻ എന്നുള്ള ഹെഡിൽ ക്ലാസിഫൈ ചെയ്യും. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് പ്രഷർ എന്ന് നോക്കാം. പ്രഷർ എന്ന് വെച്ചാല്, പ്രഷർ ഈസ് ഡിഫൈൻഡ് ആസ് ആവറേജ് നോർമൽ ഫോഴ്സ്. ഇത് ആവറേജ് നോർമൽ ഫോഴ്സ് ബൈ ഏരിയ എന്നാണ്. ദാറ്റ് ഈസ് എഫ് ഡിനോട്ട് ചെയ്യുന്നത് സാധാരണ ഫോഴ്സ് വെക്ടറിനെ അല്ല, ആവറേജ് നോർമൽ ഫോഴ്സ്. അതായത് നോർമൽ കോമ്പണന്റ് ആയിട്ടുള്ള സ്കാലാറിനെയാണ് നമ്മളിവിടെ ഡിനോട്ട് ചെയ്യുന്നത്, അല്ലാതെ വെക്ടർ ആയിട്ടുള്ള ഫോഴ്സ് അല്ല. ബൈ ഏരിയ ആണ് പ്രഷർ. ദാറ്റ് മീൻസ് ആവറേജ് നോർമൽ ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ യൂണിറ്റ്, പ്രഷറിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നാണ്. ഫോഴ്സ് ബൈ ഏരിയ. ഇതാണ് ഇതിന്റെ SI യൂണിറ്റ് ആയിട്ട് നമുക്ക് പാസ്കൽ എന്ന യൂണിറ്റിനെയും എടുക്കാം. പാസ്കൽ, PA, where 1 Pascal is same as 1 Newton per meter square. പാസ്കലും 1 Newton per meter square സെയിം ആണ്. 1 Pascal is equal to, നമുക്ക് ഈ ഇതേ സംഭവം 1 പാസ്കലിന്റെ ഈ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതേ യൂണിറ്റ്സ് തന്നെ പരമാവധി നമ്മൾ യൂസ് ചെയ്യും. പക്ഷേ പ്രഷറിന്, അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഒക്കെ മെഷർ ചെയ്യാൻ വേറെയും ചില യൂണിറ്റ്സ് ഉണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യും. ടോറിസെല്ലിന്റെ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. തൽക്കാലം പാസ്കൽ എന്നുള്ള യൂണിറ്റ് നമുക്ക് മനസ്സിലാക്കി. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം ഉള്ളത്, പ്രഷർ ഫോഴ്സ് ബൈ ഏരിയ ആണെങ്കിലും നമ്മൾ ഈ ഫോഴ്സ് എടുക്കുന്നത് ഒരു കോമ്പണന്റ് ആയതുകൊണ്ട് പ്രഷർ ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. അറ്റ്മോസ്ഫിയർ നമ്മുടെ മേലെ പ്രഷർ അപ്ലൈ ഉണ്ട്. അറ്റ്മോസ്ഫിയറിന്റെ ഗ്യാസ് കോളം കാരണം അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ വാല്യൂ പഠിച്ചെടുക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. സോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ചാപ്റ്ററിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ മിക്ക കേസിലും അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ PA എന്നാണ് കാണിക്കുക. അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് നമ്മൾ ഈക്വൽ ടു 1.01325 into 10⁵ പാസ്കൽ. അടുത്തത് ഡെൻസിറ്റി എന്നുള്ള ടോപ്പിക് ആണ്. നമുക്ക് അറിയുന്ന സംഭവം തന്നെയാണ്. ഡെൻസിറ്റിനെ റോ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. റോ ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്നാണ്. മാസ് ബൈ വോളിയം, ഓർ ഇറ്റ് ഈസ് M/V. ഡെൻസിറ്റി ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഓൾറെഡി അറിയുന്ന സംഭവങ്ങളാണ്, നമുക്ക് നേരത്തെ പഠിച്ചിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. ഇതിന്റെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നാണ്. മാസ് ബൈ വോളിയം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന കൺസെപ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. റിലേറ്റീവ് ഡെൻസിറ്റി
റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്നുള്ളത് നമ്മൾ ഒന്നുകിൽ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി, രണ്ട് രീതിയിലും പറയാറുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓർ റിലേറ്റീവ് ഡെൻസിറ്റി. ഇപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്നുള്ളതിന് ഞാൻ റോ ആർ എന്ന് കാണിക്കാണ്. ഒരു സബ്സ്റ്റൻസിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡെൻസിറ്റി ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. ഈ റേഷ്യോക്കാണ് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ് എന്ന കോൺസ്റ്റന്റ് കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ ചെയ്യും. ഇപ്പോൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസിന്റെ വാല്യൂ 1 × 10⁻³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പൊ ഈ 1 × 10⁻³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് കൊണ്ട് ഡെൻസിറ്റിനെ ഡിവൈഡ് ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അലൂമിനിയം എന്ന സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി 2.7 × 10⁻³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. Therefore, അതിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി എത്രയായിരിക്കും? 2.7 × 10⁻³ divided by 1 × 10⁻³. That's equal to 2.7. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഡെൻസിറ്റിക്ക് യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പൊ നമ്മൾ ഡയമെൻഷൻ എഴുതുകയാണെങ്കിൽ ഡയമെൻഷൻ m(l⁻³ ആണ്. പക്ഷെ അതുപോലെ നോക്കുകയാണെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റും ഇല്ല, നമ്പർ ആണ് കിട്ടുക, ഡയമെൻഷൻ ഇല്ല. അപ്പൊ ഇറ്റ് ഈസ് യൂണിറ്റ്ലെസ് ആൻഡ് ഡയമെൻഷൻലെസ്. യൂണിറ്റ്ലെസ് ആൻഡ് ഡയമെൻഷൻലെസ്. ഓക്കെ, നമുക്കിനി പാസ്കൽസ് ലോ എന്താണെന്ന് പഠിക്കാം. നമുക്ക് ഡെൻസിറ്റിയും പ്രഷറും എന്താണെന്ന് ആദ്യം ശ്രദ്ധിക്കുക. എന്താണ് പാസ്കൽസ് ലോ എന്ന് പഠിക്കണം. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റിലാണ്. റെസ്റ്റിലുള്ള ഫ്ലൂയിഡിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ആണെങ്കിൽ പ്രഷർ അറ്റ് ഓൾ പോയിന്റ്സ് in the same height pressure at all points in the same height അല്ലെങ്കിൽ same level എല്ലാ പോയിന്റ്സിന്റെ പ്രഷർ is same. എല്ലാ ഒരു ലെവലിലുള്ള എല്ലാ പോയിന്റ്സ്, അപ്പൊ ലെവൽ മാറിയാൽ പ്രഷർ മാറും. അപ്പൊ പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹൈറ്റിനെ മാത്രമാണ്. അതാണ് പാസ്കൽസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ്. ഇതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പാസ്കൽസ് ലോ. ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റിലാണെങ്കിൽ പ്രഷർ അറ്റ് ഓൾ പോയിന്റ്സ് ഇൻ ദ സെയിം ഹൈറ്റ് ഈസ് സെയിം. നമ്മൾ ഇതിനൊരു ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്കൽസ് ലോന്റെ പ്രൂഫ് അല്ലാതെ ഡെമോൺസ്ട്രേഷൻ ആണ്. സോ ഡെമോൺസ്ട്രേഷൻ ഓഫ് പാസ്കൽസ് ലോ നമ്മൾ ഫിഗർ വെച്ചിട്ടൊന്ന് ഡെമോൺസ്ട്രേഷൻ ഓഫ് പാസ്കൽസ് ലോ. ഇതെങ്ങനെയാണ് പാസ്കൽസ് ലോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ ആണ്. നമ്മളൊരു ഫ്ലൂയിഡിനെ കൺസിഡർ ചെയ്യാണ്, ഒരു വെസലില്. ആ ഫ്ലൂയിഡിന്റെ ഒരു ചെറിയ സെക്ഷൻ, ആ ഫ്ലൂയിഡിൽ ഒരു സോളിഡ് ഇമേഴ്സ് അല്ല, ഇത് ഒരു ചെറിയ സെക്ഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് ട്രയാങ്കിൾ അല്ല, പ്രിസം ആണ്, 3 ഡയമെൻഷണൽ പ്രിസം. അതായത് ഇവിടെ ഇങ്ങനെ ഒരു സർഫസ് ഉണ്ട്, അതിന്റെ ഏരിയയാണ് AB. താഴെയുള്ള സർഫസിന്റെ ഏരിയ AB എന്നുള്ള ഈ സൈഡിന്റെ ഭാഗത്ത് നിന്നുള്ള സർഫസിന്റെ ഏരിയ AC. അപ്പൊ നമുക്കറിയാം ഈ ഫ്ലൂയിഡ് പ്രഷർ അപ്ലൈ ചെയ്യും. മോറോവർ നമ്മൾ ഇതിനെ വളരെ ചെറിയൊരു സംഭവമായിട്ട്, ചെറിയൊരു പ്രസ്സായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. Therefore, ഈ പ്രസത്തിലെ എല്ലാ പോയിന്റ്സും ഓൾമോസ്റ്റ് സെയിം ഹൈറ്റിലാണ് നമുക്ക് അസ്യൂം ചെയ്യും. അപ്പൊ നമുക്കറിയാം ഫ്ലൂയിഡിലെ എല്ലാ ഭാഗത്തുനിന്നും നോർമൽ ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യും. ദാറ്റ് മീൻസ് പ്രഷർ ഉണ്ട് എല്ലാവർക്കും. അപ്പൊ ഈ സർഫസിൽ കിട്ടുന്ന നോർമൽ ഫോഴ്സ് ആണ് FB, ഈ സർഫസിൽ കിട്ടുന്ന നോർമൽ ഫോഴ്സ് ആണ് FC, ഈ സർഫസിൽ കിട്ടുന്ന നോർമൽ ഫോഴ്സ് ആണ് FA. അപ്പൊ ഇതാണ് ഫിഗർ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ ഒരു സെക്ഷൻ ഇക്വിലിബ്രിയത്തിലാണെന്ന് അറിയാം. അപ്പം ദ സ്മോൾ പ്രിസം സെക്ഷൻ, ഈ സെക്ഷൻ ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഇത് ഇക്വിലിബ്രിയത്തിലാണെന്ന് നമുക്കറിയാം. Therefore, ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് ഇതില് നെറ്റ് ഫോഴ്സ് 0 ആവണം. അപ്പൊ ഞാൻ ആദ്യം നോക്കാണ്, ഹൊറിസോണ്ടലി നോക്കുകയാണെങ്കിൽ ഇപ്പൊ FB എന്നുള്ള ഈ ഫോഴ്സ് ഉണ്ടല്ലോ, അതിനെ ഞാൻ 2 കോമൺ, ഇത് തീറ്റ ആണെങ്കിൽ ഇവിടെയാണ് തീറ്റ വരിക, ഇത് 90 - തീറ്റ, അതുകൊണ്ട് ഇത് തീറ്റ. അപ്പൊ FB-നെ ഞാൻ 2 കോമ്പണന്റ് ആക്കി മാറ്റാണെങ്കിൽ FB sin തീറ്റയും FB cos തീറ്റയാണ് കിട്ടും. അപ്പൊ നോക്കുകയാണെങ്കിൽ FB sin തീറ്റയും FC-യും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയാലേ ഹൊറിസോണ്ടലി ഇക്വിലിബ്രിയത്തിലാവുള്ളൂ. അപ്പൊ ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയത്തിന് വേണ്ടി FB
sin theta should be equal to fc ആണ്. ഇനി വെർട്ടിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ കേസിൽ fb cos theta എന്ന വെർട്ടിക്കൽ കോമ്പണന്റും fa എന്നുള്ള നോർമൽ ഫോഴ്സും ഈക്വൽ ആയാലാണ് ഇക്വിലിബ്രിയം വെർട്ടിക്കലി ചേഞ്ച് ചെയ്യുക. ദാറ്റ് മീൻസ് fb cos theta ഈക്വൽ ടു fa ആണ്. ഈ രണ്ട് കാര്യങ്ങൾ ഇക്വിലിബ്രിയത്തിന് വേണ്ടിയിട്ട്. ഇനി ഫ്രം ജോമെട്രി എന്ന് നമുക്ക് അറിയുന്ന കാര്യം, ഇവിടുള്ള ഏരിയ എ ബിന്റെ കോസ് തീറ്റ കോമ്പണന്റ് ആണ് എ. സോ എ ബി കോസ് തീറ്റ ഈക്വൽ ടു എ. സിമിലർലി ഇവിടെയുള്ള എ ബി എന്നുള്ള ഏരിയന്റെ സൈൻ തീറ്റ കോമ്പണന്റ് ആണ് എ സി. ട്രിഗണോമെട്രി. സോ എ ബി സൈൻ തീറ്റ ഈക്വൽ ടു ആണ് എ സി. നമുക്ക് ഇതിനെ ഇക്വേഷൻ 1, ഇതിന് ഇക്വേഷൻ 2, ഇതിന് ഇക്വേഷൻ 3, ഇതിന് ഇക്വേഷൻ 4 ആയിട്ട് കണ്ടാൽ, ഇക്വേഷൻ 1 നമുക്ക് എഫ് ബി സൈൻ തീറ്റ, ഇത് എ ബി, ഇവിടെ എ ബി സൈൻ തീറ്റ, അതേ ഇക്വേഷൻ. അപ്പൊ ഇക്വേഷൻ 1 ബൈ ഇക്വേഷൻ 4 ചെയ്താൽ, ഇക്വേഷൻ 1 ബൈ ഇക്വേഷൻ 4 നമ്മൾ ചെയ്താല് എന്താ കിട്ടുക? എഫ് ബി സൈൻ തീറ്റ ബൈ എ ബി സൈൻ തീറ്റ, ദാറ്റ് ഈസ് എഫ് ബി ബൈ എ ബി. സൈൻ തീറ്റ ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ? സോ ഈക്വൽ ടു എഫ് സി ബൈ എ സി. എഫ് സി ബൈ എ സി. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 5 ആയിട്ട്. ഇനി അതുപോലെ ഏതായിരിക്കും ഡിവൈഡ് ചെയ്തിട്ട് വരിക? ഇതേപോലത്തെ റിസൾട്ട് കിട്ടാൻ കോസ് തീറ്റ ഉള്ള രണ്ടാൾക്ക്. സോ ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 3 ചെയ്തു. എന്താ കിട്ടുക? എഫ് ബി ബൈ എ ബി. കോസ് തീറ്റകൾ ക്യാൻസൽ ചെയ്തു, ഈ കോസ് തീറ്റകൾ ക്യാൻസൽ ചെയ്ത് പോകണ്ട്. സോ എഫ് ബി ബൈ എ ബി ഈക്വൽ ടു എഫ് എ ബൈ എ. ഇക്വേഷൻ നമ്പർ 6. ഇക്വേഷൻ 5 ഇക്വേഷൻ 6 നും എഫ് ബി ബൈ എ ബി എഫ് സി ബൈ എ സിക്ക് ഈക്വൽ ആണ്, എഫ് എ ബൈ എക്കും ഈക്വൽ ആണ്. അങ്ങനെയല്ലേ കിട്ടുക? സോ മൂന്ന് എഫ് എ ബൈ എ, മൂന്ന് ആൾക്കാരും സെയിം ആണ്. എഫ് ബി ബൈ എ ബി ഈക്വൽ ടു എഫ് സി ബൈ എ സി. ഇതെന്ന് പറഞ്ഞാൽ നോർമൽ ഫോഴ്സ് അറ്റ് എ ബൈ ഏരിയ എന്നല്ലേ? ഫോർ പ്രഷർ അറ്റ് എ ഈക്വൽ ടു പ്രഷർ അറ്റ് ബി ഈക്വൽ ടു പ്രഷർ അറ്റ് സി. ഇതാണ് പാസ്കൽസ്. പാസ്കൽസ് ലോയിൽ നമ്മൾ മനസ്സിലാക്കിയത് ഒരേ ലെവലിൽ, ഒരേ ഹൈറ്റിലുള്ള എല്ലാ പോയിന്റ്സിലും ഒരേ പ്രഷറാണ്. അപ്പൊ നമുക്ക് ഹൈറ്റ് മാറുമ്പോൾ പ്രഷറിന് എന്ത് വേരിയേഷൻ ആണ് മനസ്സിലാക്കാൻ ഈ ഡെറിവേഷൻ ഒന്ന് നോക്കി നോക്കാം. നമ്മൾ ഒരു സിലിണ്ടറിക്കൽ കോളം എടുക്കുക ലിക്വിഡിൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിലിണ്ടർ ലിക്വിഡിനുള്ളിൽ ഇമേഴ്സ് ചെയ്തതല്ല, ആ ലിക്വിഡിന്റെ ഒരു സിലിണ്ടറിക്കൽ കോളം നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ അങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ മേലേന്ന് F1 എന്നുള്ള ഫോഴ്സ് ഞങ്ങൾക്ക് കിട്ടും, ഇതിന് താഴെന്ന് F2 എന്നുള്ള നോർമൽ ഫോഴ്സും ഞങ്ങൾക്ക് കിട്ടും. പ്രഷർ കാരണം മേലുള്ള പ്രഷറും താഴെന്നുള്ള പ്രഷർ, ഇത് രണ്ട് ഈക്വൽ പ്രഷർ അല്ല. റീസൺ എന്താണ്? ഇവർ രണ്ടാളും ഹൈറ്റ് ഡിഫറൻസ്, എച്ച് എന്ന ഹൈറ്റ് ഡിഫറൻസിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഇവരുടെ പ്രഷർ ഡിഫറൻസ് വരുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ ഈ ഒരു ലിക്വിഡ് കോളത്തിന് mg എന്നുള്ള വെയിറ്റ് താഴത്തേക്കുണ്ട്. മോറോവർ ഈ സിലിണ്ടറിക്കൽ കണ്ടെയ്നറിന് ഈ രണ്ട് സർഫസ് മാത്രമല്ല ഉള്ളത്, ഈ ഒരു കർവ്ഡ് സർഫസ് ഉണ്ട്. കർവ്ഡ് സർഫസിലെ ഫോഴ്സുകൾ അതിന് നോർമൽ ആയിട്ടായിരിക്കും. അത് വെർട്ടിക്കൽ ഇക്വിലിബ്രിയം മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് ഞാനിപ്പോ അത് നെഗ്ലക്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ വെർട്ടിക്കൽ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ ലിക്വിഡ് കോളം വെർട്ടിക്കൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, വെർട്ടിക്കൽ ഇക്വിലിബ്രിയം എന്ന സാധനം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താ കിട്ടുക? F1 എന്ന താഴത്തേക്കുള്ള ഫോഴ്സും mg എന്ന താഴത്തേക്കുള്ള ഫോഴ്സും കൂടെ F2 ഈക്വൽ ആണ്. സോ F1 പ്ലസ് mg ഈക്വൽ ടു F2. നമുക്ക് വേറൊരു കാര്യം അറിയാം, ഇതിന്റെ ഏരിയയും സെയിം ആണെങ്കിൽ F1 എന്നുള്ളതിനെ നമുക്ക് P1A എന്ന് എഴുതാം, പ്ലസ് mg ഈക്വൽ ടു P2A എന്ന് എഴുതാം. ഓക്കെ, ഓർ mg ഈക്വൽ ടു P2 മൈനസ് P1 ഇൻറ്റു A. ഈ P1 നമ്മൾ കൊണ്ടുപോയിട്ട് കോമൺ. മാസിന് നമുക്ക് വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് എഴുതാം. അപ്പൊ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു G ഈക്വൽ ടു P2 മൈനസ് P1 ഇൻറ്റു A. വോളിയത്തിന് നമുക്ക് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് എഴുതാം, കാരണം ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് ഈ സിലിണ്ടറിന്റെ വോളിയം. റോ G ഈക്വൽ ടു P2 മൈനസ് P1 ഇൻറ്റു A. നമുക്ക് ഈ A ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി ഉണ്ടാവുന്നതാണ് H rho G ഈക്വൽ ടു P2 മൈനസ് P1.
മനസ്സിലാക്കേണ്ടത് രണ്ട് ലെവലിൽ ഉള്ള ഹൈറ്റ് ഡിഫറെന്റ് ഹൈറ്റിലുള്ള രണ്ട് പോയിന്റ്സിന്റെ പ്രഷറിന്റെ ഡിഫറൻസ് അവരുടെ ഹൈറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. HROG ഏരിയക്ക് ഇൻഡിപെൻഡന്റ് ആണ്. അതാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്. പ്രഷർ ഡിഫറൻസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ. നമ്മൾ ഏത് കോളം എടുത്തു, ഏത് ഏരിയ, എത്ര ഏരിയയുള്ള കോളം എടുത്തു എന്നുള്ളതിന് ഇൻഡിപെൻഡന്റ് ആണ് പ്രഷർ ഡിഫറൻസ്. അപ്പോ P2 - P1 is HROG. ഏത് പ്രഷറായിരിക്കും കൂടുതൽ? താഴെ ഡെപ്ത് കൂടിയ പോയിന്റിലായിരിക്കും പ്രഷർ കൂടുതൽ. അതുകൊണ്ടാണല്ലോ P2 - P1 = HROG എന്നുള്ളത്. ഇനി നമ്മൾ ഇതിന്റെ ഒരു സ്പെഷ്യൽ കേസ് കൺസിഡർ ചെയ്യാണ്. ഈ ഫസ്റ്റ് പോയിന്റ് സർഫസിലാണ്. അപ്പോ ഇഫ് റീജിയൻ 1 is on സർഫസിലാണ് ആ പ്രഷർ എന്ന് വിചാരിക്കുക. റീജിയൻ 2 അപ്പൊ കുറച്ച് മേലേക്ക് കയറി നിൽക്കുമല്ലോ. അപ്പൊ മേലെ നിന്ന് കിട്ടുന്ന പ്രഷർ P1 എന്നുള്ളത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആവും. സോ P1 ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ PA. ഓക്കെ, അപ്പൊ P2 - P1 എന്നുള്ളതിന് പകരം P2 - PA = HROG എന്ന് വരും. ഒരു പ്രത്യേക ഡെപ്തിലുള്ള പ്രഷർ മൈനസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഈ ഡിഫറൻസിന് അറ്റ്മോസ്ഫിയറിക് പ്രഷറായിട്ട് പ്രത്യേക പ്രഷറിലുള്ള ഡിഫറൻസിന് നമ്മൾ ഗേജ് പ്രഷർ എന്നാണ് വിളിക്കുക. സോ ഗേജ് പ്രഷർ ഇസ് ദ ഡിഫറൻസ് ഓഫ് എ പെർട്ടിക്കുലർ പ്രഷർ അറ്റ് എ പെർട്ടിക്കുലർ ഡെപ്ത് ഫ്രം അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് ഒരു പർട്ടിക്കുലർ ഡെപ്തിലുള്ള പ്രഷറിന്റെ ഡിഫറൻസിനാണ് നമ്മൾ ഗേജ് പ്രഷർ എന്ന് കണ്ടുപിടിക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കുക? ആ പെർട്ടിക്കുലർ പോയിന്റിന്റെ ഡെപ്ത് H ആണെങ്കിൽ HROG. ഓക്കെ, നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട്, വേരിയേഷൻ ഓഫ് പ്രഷറിന്റെ ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ എന്ന് അറിയാം. ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ഈ ഒരു പാരഡോക്സ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. ഓക്കെ, ഈ ഫിഗറിൽ നമ്മൾ ലിക്വിഡ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ ലിക്വിഡ് ഒരു പല ഷേപ്പിലുള്ള കണ്ടെയ്നേഴ്സ് ആണ് മേലെ കാണുന്നത്. എല്ലാവർക്കും കോമൺ ബേസ് ആണ്. അപ്പൊ നമുക്ക് കോമൺ ബേസ് ആയതുകൊണ്ട് ഈ ലെവലില് എല്ലാവർക്കും പ്രഷർ സെയിം ആവണം എന്നറിയാം. കാരണം ഇത് പാസ്കൽസ് ലോ പ്രകാരം ഒരേ ലെവലിലുള്ള കോയിൽസിൽ എല്ലാവർക്കും പ്രഷർ സെയിം ആവണം. അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒക്കെ മേലെ എത്ര ഹൈറ്റ് ലിക്വിഡ് കയറി നിൽക്കണം എന്നുള്ളതും സെയിം ആവണം. കാരണം എങ്കിലേ പ്രഷർ ഡിഫറൻസ് HROG ഇവിടെ ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ആണ്. സോ ഇത് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സിന്റെ ബേസിക് പ്രിൻസിപ്പിൾ തന്നെ. പ്രഷർ ഡിഫറൻസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ. അതുകൊണ്ട് തന്നെ പല ഷേപ്പുള്ള കണ്ടെയ്നേഴ്സ് വെച്ചാലും ഒരേ ഹൈറ്റിലേക്കാണ് ലിക്വിഡ് കയറി നിൽക്കുക, അല്ലാതെ ഒരേ വോളിയം ലിക്വിഡ് അല്ല കയറി നിൽക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ എക്സ്പെക്ട് ചെയ്യുക ഇത്രയും ലിക്വിഡേ ഇതിലുള്ളൂ, പക്ഷെ ഇതിൽ കുറച്ച് നല്ല ലിക്വിഡ് കയറി നിന്നിട്ടുണ്ട്. അപ്പോ ഇതിൽ കുറച്ചും കൂടി കൂടുതൽ ലിക്വിഡ് കയറി നിന്നെങ്കിൽ പോലും ഹൈറ്റ് സെയിം ആണെന്നുള്ളത് മാത്രമേ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സിൽ കാൽക്കുലേറ്റ് വരുള്ളൂ. സോ അങ്ങനെ നമുക്ക് അൺനോൺ ആയിട്ടുള്ള പ്രഷർ മെഷർ ചെയ്യാം. ഇതാണ് ഓപ്പൺ ട്യൂബ് മാനോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ. അപ്പൊ ഓപ്പൺ ട്യൂബ് മാനോമീറ്ററും ഈ മെർക്കുറി ബാരോമീറ്ററും യൂസ് ചെയ്യുന്നത് പാസ്കൽസ് ലോ എന്ന ബേസിക് പ്രിൻസിപ്പിൾ. പാസ്കൽസ് ലോന്റെ ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ ആണ് ഹൈഡ്രോളിക് മെഷീൻസ്. ഇപ്പോൾ ഈ ഹൈഡ്രോളിക് മെഷീൻസിന്റെ ഭാഗത്തുനിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബോർഡ് എക്സാമിന് ഉണ്ടാവാറുണ്ട്. ഹൈഡ്രോളിക് മെഷീൻസ് ശരിക്കും പാസ്കൽസ് ലോ ബേസ് ചെയ്തിട്ടാണ്. പക്ഷെ അതിൽ ചെറിയൊരു വേരിയേഷൻ എന്താണെന്ന് വെച്ചാൽ പാസ്കൽസ് ലോ ഫോർ ട്രാൻസ്മിഷൻ ഓഫ് പ്രഷർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു ഫ്ലൂയിഡിന്റെ ഏതെങ്കിലും ഒരു പാർട്ടില് എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ, എക്സ്റ്റേണൽ ആയിട്ട് നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്താൽ ഒരു ഫ്ലൂയിഡിന്റെ ഏതെങ്കിലും ഒരു പാർട്ടില്, ആ പ്രഷർ ഫ്ലൂയിഡിന്റെ എല്ലാ സൈഡിലേക്കും, ഫ്ലൂയിഡ് റെസ്റ്റിലാണെങ്കിൽ എല്ലാ സൈഡിലേക്കും, എല്ലാ ഭാഗത്തേക്കും ട്രാൻസ്മിറ്റഡ് ആവും, എല്ലാ ഡയറക്ഷനിലും ട്രാൻസ്മിറ്റഡ് ആവും വിത്തൗട്ട് ഡിമിനിഷിങ്. അതായത് ആ പ്രഷർ കുറയൊന്നുമില്ലാതെ എല്ലാ സൈഡിലേക്കും ഈക്വൽ ആയിട്ട് ട്രാൻസ്മിറ്റ് ആവും എന്നുള്ളതാണ് പാസ്കൽസ് ലോ ഫോർ ട്രാൻസ്മിഷൻ ഓഫ് പ്രഷർ. ഇത് യൂസ് ചെയ്തിട്ടാണ് ഹൈഡ്രോളിക് മെഷീൻസ്, ഹൈഡ്രോളിക് ബ്രേക്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഹൈഡ്രോളിക് മെഷീന്റെ എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇവിടെ ഈ ഒരു വലിയ മാസ്, ഫോർ എക്സാമ്പിൾ ഒരു കാറിനെ ലിഫ്റ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണിത്. അപ്പൊ ഈ ഇതിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഫ്ലൂയിഡ് സർഫസ് നിറച്ചിട്ട് ഇവിടെ ഒരു ചെറിയ ഏരിയ, ഈ ഏരിയ A1, ചെറിയ ഏരിയ A1, ഇവിടെ ഒരു വലിയ ഏരിയ A2 ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുകയാണ്, മീൻസ് എക്സ്റ്റേണൽ പ്രഷർ കൊടുക്കുകയാണ്.
ഇവിടെ കൊടുക്കുന്ന പ്രഷർ P1, ഫസ്റ്റ് ഭാഗത്തുള്ള പ്രഷർ P1 എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് F1/A1 അല്ലെ. ഈ ഭാഗത്തുള്ള പ്രഷർ F1/A1 ആണ്. ഈ പ്രഷർ അൺഡിമിനിഷ്ഡ് ആയിട്ട് ഈ പോയിന്റിലേക്ക് എത്തും എന്നുള്ളതാണ് പാസ്കൽസ് ലോ ഫോർ ട്രാൻസ്മിഷൻ ഓഫ് പ്രഷർ. സോ ബൈ പാസ്കൽസ് ലോ എന്താ നമുക്ക് എഴുതാൻ പറ്റുക? പ്രഷർ P2 എന്നുള്ളതും P1 ആണ്. പക്ഷെ P2 എന്നുള്ളത് എന്താണ്? P2 എന്നുള്ളത് നമുക്ക് ഫിഗറിൽ മനസ്സിലാവും ഇറ്റ് ഈസ് F2/A2. ഇഫ് വി ഹാവ് ടു ലിഫ്റ്റ്, നമുക്ക് ലിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ F2/A2 ആണ് P2. സോ P2 ഈക്വൽ ടു P1 എന്നുള്ള സംഭവം കൊടുക്കുകയാണെങ്കിൽ F2/A2 ഷുഡ് ബി ഈക്വൽ ടു F1/A1. അങ്ങോട്ട് എടുത്താൽ F2 ഈക്വൽ ടു F1/A1 ഇൻറ്റു A2. ഇതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്. പ്രഷർ സെയിം ആണ്, അത്രയും മനസ്സിലാക്കിയാൽ മതി. ഈ പ്രോബ്ലം വരുമ്പോൾ ഇവിടുത്തെ പ്രഷർ ദാറ്റ് ഈസ് ഇവിടുത്തെ ഫോഴ്സ് ബൈ ഏരിയ ഈക്വൽ ടു ഇവിടുത്തെ ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, ഇവിടുത്തെ കേസിൽ A2 എന്നുള്ളത് വളരെ വലുതാണ് A1 വെച്ച് നോക്കുമ്പോൾ. സോ A2 ഈസ് ഗ്രേറ്റർ ദാൻ A1. അതുകൊണ്ട് തന്നെ നമുക്ക് F2 ഈസ് ഗ്രേറ്റർ ദാൻ F1. നോക്കാം, F1/A1 into A2 ആണ്. ഈ ഫോർമുലയിൽ F2 ഈസ് ഗ്രേറ്റർ ദാൻ F1. അതായത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ F1 ഈസ് ലെസ് ദാൻ F2. നമ്മളൊരു ചെറിയ ഫോഴ്സ് കൊടുത്താൽ തന്നെ F2 എന്നുള്ള ഫോഴ്സ് ആണ് യഥാർത്ഥത്തിൽ ഇത് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടത് എങ്കിൽ പോലും നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുത്താൽ തന്നെ ഇയാൾ ലിഫ്റ്റ് ആവും. അപ്പൊ ഈ പ്രോസസ്സിലുള്ള മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്നുള്ളത് നമ്മൾ കൊടുക്കേണ്ടിയിരുന്ന ഫോഴ്സ് F2 ആണെങ്കിൽ നമ്മൾ എത്ര കൊടുക്കേണ്ടി വന്നുള്ളൂ? F1 കൊടുക്കേണ്ടി വന്നുള്ളൂ. നമ്മൾ കൊടുക്കേണ്ടിയിരുന്ന ഫോഴ്സ് F2 ആണെങ്കിൽ നമ്മൾ F1 അവിടെ കൊടുക്കേണ്ടി വന്നുള്ളൂ. സോ ഇത് ഈ ഫോർമുലയിൽ നിന്ന് F2/F1 ഈക്വൽ ടു A2/A1. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 1നേക്കാൾ വലിയൊരു നമ്പർ ആയിട്ട്. അപ്പൊ ഇതിന്ന് ഡയറക്റ്റ് ഫോർമുല വേണമെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഫൈൻഡ് ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഈ 4 പാരാമീറ്റേഴ്സിന് ഏതെങ്കിലും ഒന്ന് അൺനോൺ ആയിട്ട് തന്നിട്ട് ചോദിക്കാം. ഇത് കഴിഞ്ഞ വർഷത്തെ അതിന് മുമ്പത്തെ വർഷത്തെ ബോർഡ് എക്സാമിന് ഫോർമുലാസ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്.